ഹായ്, ഇന്ന് നമുക്ക് നല്ല നാടൻ മത്തി മുളകിട്ടത് ഉണ്ടാക്കിയാലോ? വരൂ. നമുക്കാദ്യം ഒരു 3-4 പച്ചമുളകും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 3-4 ചെറിയുള്ളിയല്ല വെളുത്തുള്ളിയും ഒക്കെ കൂടെ ചതച്ചെടുക്കുക. അതിനുശേഷം ഒരു വലിയൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ അതിലേക്ക് ചേർക്കുക. പിന്നെ 2-3 കറിവേപ്പില അതും കൂടെ ചേർക്കുക. പിന്നെ നമുക്ക് കറിക്ക് ആവശ്യത്തിന് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി. ഞാനിവിടെ മസാലകളൊന്നും ചൂടാക്കുന്നില്ല കേട്ടോ, എല്ലാം ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ ചേർക്കുക, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർക്കുക, മല്ലിപ്പൊടി 1 ടീസ്പൂൺ ചേർക്കുക. ഇത് പിന്നെ പുളിക്ക് ആവശ്യമായിട്ടുള്ള വാളംപുളീൻ്റെ പേസ്റ്റ് ആട്ടോ ഇത്, അതും കൂടെ 1 ടേബിൾ സ്പൂൺ ചേർക്കുക. അതിനുശേഷം ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഈ മസാല നന്നായിട്ട് തിരുമ്മി കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കുക. ഈ കൈകൊണ്ട് കുഴച്ച് ഈ മിക്സ് നമുക്ക് അടുപ്പിൽ വെച്ച് നന്നായി തിളപ്പിക്കുക. നന്നായി തിളച്ച് കുറുകി വരുമ്പോൾ നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഞാൻ മുഴുവനായിട്ടാണ് മത്തി ഇട്ടിരിക്കുന്നത്, ചെറിയ മത്തി ആയതുകൊണ്ട്. അങ്ങനെ മത്തിയും ഈ മസാല മിക്സും നന്നായി തിളച്ച് കുറുകി വരുമ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് കുറുക്കിയെടുക്കട്ടോ. ഞാൻ കുറച്ച് ചാറായിട്ടാണ് ഇന്ന് ഈ മത്തി മുളകിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നന്നായി വറ്റിച്ചെടുക്കാം. വറ്റിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഉലുവപ്പൊടി കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടും. അപ്പോൾ 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നും കൂടെ തിളപ്പിച്ചിട്ട് അവസാനം നമുക്ക് കുറച്ചും കൂടെ കറിവേപ്പില ചേർക്കാം കേട്ടോ. കുറച്ചും കൂടെ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഓഫാക്കാൻ നേരത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് കറി ചുറ്റിച്ചെടുക്കുക. ഇപ്പോഴത്തേക്ക് ഗ്യാസ് ഓഫാക്കിക്കോളൂ കേട്ടോ. ഇത് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഈ കറി ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. എല്ലാവരും ട്രൈ ചെയ്ത് കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ. അടുത്ത വീഡിയോ കാണാം.